പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവല്ലയിൽ ഒരു വലിയ പ്രോഗ്രാം നടക്കുകയുണ്ടായി. ഒട്ടുമിക്ക ആൾക്കാരും കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല, വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ വലിയൊരു ജനസമുദ്രമായിരുന്നു അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ത്രീ സുരക്ഷയും രാത്രികാലങ്ങളിൽ തിരുവല്ല നഗരം സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നൈറ്റ് ലൈഫ് പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ട് തിരുവല്ലയിലെ ജനപ്രതിനിധികളും മറ്റ് സ്പോർട്സ് താരങ്ങളും അതുപോലെ പോലീസ് മേധാവികളും ഒക്കെ സമന്വയമായി സംഘടിപ്പിച്ച ഒരു മാരത്തോൺ 2026 കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. അതിൽ നിരവധി ആൾക്കാരാണ് അതിൽ പങ്കെടുത്തത്. തിരുവല്ലയുടെ പ്രമുഖ നേതാക്കൾ, ജനനായകൻ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിലേഴ്സ്, മറ്റ് അംഗങ്ങൾ, പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. തിരുവല്ലയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലുകളായ പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ TMM, പിന്നെ പരിമല ഹോസ്പിറ്റൽ, അങ്ങനെ അടുത്തുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലിലെയും പ്രധാന ഡയറക്ടേഴ്സ്, ആ ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഡയറക്ടേഴ്സ്, അതിലെ മാനേജേഴ്സ്, ഡോക്ടേഴ്സ്, പിന്നെ പ്രധാനപ്പെട്ടത് പറയേണ്ടത് നമ്മുടെ പത്തനംതിട്ടയുടെ കളക്ടർ, ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, പഠിക്കുന്ന കുട്ടികളായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വൈബ് എന്ന് പറയുന്നത്. അവരുടെ സാന്നിധ്യമാണ് ഈ ഒരു പ്രോഗ്രാമിനെ ഏറ്റവും കളർഫുള്ളാക്കിയതും ഏറ്റവും വിജയകരമായി സംഘടിപ്പിക്കുവാൻ ഇടയാക്കിയതും. അതിലെ പ്രധാനപ്പെട്ട നല്ല ഓരോ സെക്ഷനുകൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. കാരണം രാത്രി സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, മുതിർന്നവർക്ക് ഒക്കെയും സൗകര്യപ്രദമായി, സന്തോഷകരമായി, വളരെ ഫ്രീ ആയി, വളരെ സേഫായിട്ട് ഇറങ്ങി നടക്കുവാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാനൊക്കെയുള്ള ഒരു പ്രവർത്തനത്തിനാണ്, പദ്ധതിക്കാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് അതുപോലെ തന്നെ പബ്ലിക് സ്റ്റേഡിയം റെഡിയാക്കുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ തിരുവല്ല പബ്ലിക് സ്റ്റേഡിയമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. വളരെ ഒരു ജനാവലിയായിരുന്നു ഇതിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം തിരുവല്ലയ്ക്ക് അഭിമാനമാണ്. തിരുവല്ല വരുന്ന ഒരു നാളുകളിൽ തിരുവല്ലയ്ക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു പുത്തൻ ഉണർവിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിന് ചില പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങളൊക്കെ ഈ കാണുന്നവരിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കാണും, നിങ്ങളൊക്കെ ഇതിനകത്ത് കാണും. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ്, സായിപ്പിൻ്റെ ആശുപത്രി എന്നറിയപ്പെടുന്ന TMM, തിരുവല്ല മെഡിക്കൽ മിഷൻ, അതുപോലെ തന്നെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ പരിമല ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെയൊക്കെ പഠിക്കുന്നവർ, അതിൻ്റെ ജോലി ചെയ്യുന്നവർ ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക, പേരുൾപ്പെടെ പേരിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽ കൂടി നമുക്കൊന്ന് മനസ്സിലായോ? അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് നമ്മൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓട്ടം കഴിഞ്ഞ് ആരും വീട്ടിൽ പോകരുത്. വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ അമ്മ ഇന്ന് അരി ഇടണ്ട, ഞാൻ ഇച്ചിരി എൻജോയ് ചെയ്തിട്ടേ വരുന്നുണ്ട്. കാരണം എന്താ? അതാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ വന്ന് കയറുമ്പോ തൊട്ടിവിടെ DJ ഉണ്ടാവും. കണ്ടില്ലേ? അത് മാത്രമല്ല, വരി വരുന്ന കലാപ്രകടനം 1 മണിക്കൂർ മിഡ് നൈറ്റ് മാരത്തോൺ സീസൺ 2 2026. എന്താണ് ഇതിന്റെ ലക്ഷ്യം അറിയോ? വേറൊന്നുമല്ല, തിരുവല്ലയുടെ രാത്രികൾ കൂടുതൽ സുരക്ഷിതമാക്കുക, സജീവമാക്കുക. ധാരാളം, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഒക്കെ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് തിരുവല്ലയിലേക്ക് എത്തുന്നുണ്ട്. രാത്രി ഏത് സമയത്തും അവർക്ക് ഇവിടെ ഇറങ്ങി, സിറ്റിയിൽ ഇറങ്ങി നടക്കാനും കുടുംബത്തോടൊപ്പം നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മെസ്സേജ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ തിരുവല്ല മിഡ് നൈറ്റ് മാരത്തോൺ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം ലഹരിക്കെതിരെ ഒരു വലിയ സന്ദേശം. നമുക്ക് എല്ലാവർക്കും അറിയാം, ലഹരിക്കെതിരെ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്നത് സ്പോർട്സ് ആണ്. ലഹരി എന്ന മുദ്രാവാക്യമാണ്. ഇന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക, ഏകദേശം 2000-ഓളം ആൾക്കാരാണ് നമ്മുടെ ഈ മിഡ് നൈറ്റ് മാരത്തോണിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവല്ലയുടെ നല്ല കേരളത്തിൽ തന്നെ കായിക ചരിത്രത്തിലെ ഒരു വലിയ മാരത്തോണായി മാറും ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നല്ലൊരു കൈയടി, അങ്ങോട്ട് ഉഷാറാകട്ടെ, പവർ അങ്ങോട്ട് വരട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ആരാണിത് സംഘടിപ്പിക്കുന്നതൊക്കെ എന്തെങ്കിലും ധാരണ ഉണ്ടോ? നമ്മുടെ തിരുവല്ല ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ
മെയിൻ സംഘാടകര് അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ തിരുവല്ല പോലീസ് ഉണ്ട്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, PWD ഉണ്ട്, എക്സൈസ് വകുപ്പുണ്ട്, KSEB ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, മർച്ചന്റ് അസോസിയേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ല പൗരാവലിയും കൂടെ ചേർന്ന് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളിവിടെ വന്ന ആൾക്കാർക്ക് സ്നാക്സ് ഒക്കെ തരുന്നുണ്ട്, ടീഷർട്ട് ഉണ്ട്, ഇനി ഓട്ടം ഫിനിഷ് ചെയ്ത് തരുന്ന മെഡലുണ്ട്, ആദ്യം ഫിനിഷ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്ക് പ്രൈസ് ഉണ്ട്. ഇത് ഒരു സ്പോർട്സ് ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സാമ്പത്തിക ബാധ്യതയുള്ള സംഭവമാണ്. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഇവന്റുകൾ നടത്തുന്നത് പറഞ്ഞാൽ നല്ല മനസ്സുള്ള നല്ല സ്പോൺസേഴ്സ് നമ്മളോടൊപ്പം എത്തിച്ചേരുമ്പോഴാണ്. നമ്മുടെ സ്പോൺസേഴ്സിനെ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്പോൺസേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പഗിരി ഹോസ്പിറ്റൽ, അതോടൊപ്പം നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റൽ, മഹാലക്ഷ്മി സിൽക്സ്, അതോടൊപ്പം പുളിമൂട്ടിൽ സിൽക്സ്. ഇങ്ങനെ ധാരാളം സ്ഥാപനങ്ങളാണ് നമ്മുടെ ഈ വലിയ ഉദ്യമത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും നല്ലൊരു നൈറ്റ് റൺ സംഘടിപ്പിച്ച നമ്മുടെ ഓർഗനൈസേഴ്സിനും അതോടൊപ്പം നമ്മുടെ സ്പോൺസേഴ്സിനും നല്ലൊരു കൈഡി കൊടുത്തേ. പവർ അങ്ങോട്ട് വരട്ടെ, പവർ വരട്ടെ, പവറാണോ? അങ്ങോട്ട് പവർ വരട്ടെ. അപ്പം എല്ലാവരും റെഡിയാണോ? ഓടാൻ റെഡിയാണോ? ഇതിനു മുമ്പ് ഒരു 1, 2, 3, 5 ആക്കണം, 10 ആക്കണം. അത് കഴിഞ്ഞ് 21 ഹാഫ് മാരത്തോൺ ഉണ്ട്, 42 കിലോമീറ്റർ ഉണ്ട്. അതിനുശേഷം വീണ്ടും അൾട്രാ റണ്ണുകളുണ്ട്, 220 കിലോമീറ്റർ വരെ നീണ്ടു നിൽക്കുന്ന റണ്ണുകൾ ഇന്ത്യക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഇനി അതും പോരെങ്കിൽ ട്രയാത്തലോൺ ഇവന്റ്സ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന അയൺമാൻ ട്രയാത്തലോൺ ആണ്. അതിനകത്ത് 4 കിലോമീറ്റർ സ്വിം ചെയ്യണം, 180 കിലോമീറ്റർ സൈക്കിൾ ഓടണം, 42 കിലോമീറ്റർ ഓടണം. അതിനകത്ത് എനിക്ക് നാഷണൽ റെക്കോർഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ധാരാളം ഫിറ്റ്നസ് ഇവന്റ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമാകട്ടെ. ഇത്രയൊക്കെ ഞാൻ പവറായിട്ട് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നവന്മാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങോട്ട് ഇറങ്ങി വാ ഇങ്ങോട്ട്. അപ്പൊ എല്ലാവരും വളരെ സ്നേഹത്തോട് ക്ഷണിക്കുവാണ്. കാരണം നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ എത്തിച്ചേർന്നു. നിങ്ങളുടെ വാമപ്പ് സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വിശിഷ്ടാതിഥികൾ സ്റ്റേജിലേക്ക് വരുന്നത്. വിശിഷ്ടാതിഥികളെ ഇതിന് ശേഷം ഞാൻ വിളിക്കുന്നുള്ളൂ. കാരണം അവർ വന്ന് ജസ്റ്റ് നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം കൃത്യം നമുക്ക് സമയത്ത് തുടങ്ങുക എന്നുള്ളതാണ്. ഒരു സ്പോർട്സ് ഇവന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈറ്റ് ടൈമിൽ തുടങ്ങുക എന്നുള്ളതാണ്. ഡിസിപ്ലിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അടുത്ത എന്താണെന്ന് അറിയാം പരിപാടി? എന്താണ് അടുത്ത പരിപാടി? വാമപ്പ്. വാമപ്പിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താ വാമപ്പ് ചെയ്യുന്നത്? എന്ത് ചെയ്തിട്ടാ വാമപ്പ് ചെയ്യുന്നത്? സൂംബ എന്ന് പറഞ്ഞാൽ എന്താണ്? സുംബ ഇസ് എ ഫിറ്റ്നസ് പ്രോഗ്രാം. പലരും തെറ്റായിട്ട് പറയാറുണ്ട് സുംബ ഡാൻസ്. ഒരു ഡാൻസ് അല്ല, അതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. നമ്മുടെ ഫിറ്റ്നസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ജിമ്മൊക്കെ ചെയ്യുന്ന കണക്ക്, നമ്മൾ സ്വിമ്മിങ്ങും സൈക്ലിങ്ങും ഓട്ടോ ഒക്കെ ചെയ്യുന്ന കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഇതാകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫാറ്റ് വേണം, നമ്മൾ ഫിറ്റ് ആവും. അപ്പൊ അങ്ങനെ ആ ഫിറ്റ്നസ് പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾ ഇന്നിവിടെ വാമപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ വാമപ്പിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ തിരുവല്ലയുടെ സ്വന്തം ആൾക്കാരാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. തിരുവല്ലയുടെ ആൾക്കാരല്ലേ? ഓക്കെ, അടുത്ത ഒരു 15 മിനിറ്റ് നേരം നിങ്ങൾ ഇവരോടൊപ്പം ഇവർ കാണിച്ചു തരുന്ന സ്റ്റെപ്പുകളൊന്ന് അനുകരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് നിൽക്കണം. കെട്ടിപ്പിടിച്ച് നിൽക്കുന്നവർക്ക് ഇച്ചിരി അകന്ന് നിന്നേ, ഇച്ചിരി നേരത്തേക്ക്, കുറച്ച് നേരത്തേക്ക് അകന്ന് നിന്നേ. അപ്പം ഷീ ഫിറ്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ നിന്നാണ്, രാമഞ്ചിറയിലുള്ള ഷീ ഫിറ്റ് എന്ന് പറയുന്ന ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ നിന്നാണ് നമ്മുടെ അതാണ് പവർ. അപ്പൊ ഞാനിനി അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ വിശിഷ്ടാതിഥികളെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതാണ് ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഷെയർ ചെയ്യേണ്ടത്. ഇത് ഒരു ഗ്രൂപ്പ് റൺ ആണ്. ഇവിടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല. ഇവിടെ ഒരു ഗ്രൂപ്പ് റൺ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ നമ്മുടെ സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള ഒരു ലക്ഷ്യവുമായിട്ടും അതുപോലെ നൈറ്റ് ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നതിനുമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഒരു ഓട്ട മത്സരമല്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്ക്, നിങ്ങൾ ഗ്രൂപ്പായിട്ട് രജിസ്റ്റർ ചെയ്തവരുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് രജിസ്റ്റർ ചെയ്തവരുണ്ട്. ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് തിരിച്ചാണ് ഇവിടെ ഓടിക്കുന്നത്. ഒന്നാം സ്ഥാനം കിട്ടുന്നത് ഒരു ഗ്രൂപ്പിലുള്ള ഒരാൾ ഏറ്റവും ആദ്യം ഓടിയെത്തി, ബാക്കി 3 പേര് പുറകിലുവാണെങ്കിൽ അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടത്തില്ല. എല്ലാവരും ഒരുമിച്ച് യൂണിറ്റിയോടുകൂടി ഒരുമിച്ച് ഓടിയെത്തുന്ന ടീമിനാണ് സ്ഥാനം കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഏതെല്ലാം കാറ്റഗറികളാണ്. മെയിൽ കാറ്റഗറി ഉണ്ട്, ഫീമെയിൽ കാറ്റഗറി ഉണ്ട്, സ്റ്റുഡൻസിന്റെ കാറ്റഗറി ഉണ്ട്, യൂണിഫോം സർവീസിലുള്ള നമ്മുടെ പോലീസും എക്സൈസും ഒക്കെ കൂടുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ഗവൺമെന്റ് എംപ്ലോയീസിന്റെ യൂണിഫോം ഇല്ലാതെ സർവീസ് ചെയ്യുന്ന നമ്മുടെ റവന്യൂ അതുപോലുള്ള സർവീസുകളിലുള്ള ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാറ്റഗറി ഉണ്ട്, സീനിയർ സിറ്റിസൺസിന്റെ ഒരു കാറ്റഗറി ഉണ്ട്, അതോടൊപ്പം ഒരു മിക്സഡ് കാറ്റഗറി ഉണ്ട്. ഓക്കെ, ലേഡീസും ജെന്റ്സും മിക്സ് ചെയ്ത് ഓടാൻ പറ്റുന്നത്. ഈ 7 കാറ്റഗറികളിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന ആൾക്കാർക്കാണ് സമ്മാനം കിട്ടുന്നത്. നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഷീ ഫിറ്റ് ഫിറ്റ്നസ് സ്റ്റുഡിയോയുടെ പ്രിയപ്പെട്ട ഇൻസ്ട്രക്ടേഴ്സിനെ സുംബയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാം.